ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ, പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചോ ട്രെയിനിങ്ങിനെ കുറിച്ചോ സെമിനാർസിനെ കുറിച്ചോ കോച്ചിങ്ങിനെ കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. 2 ലിങ്ക് ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ ഉള്ള ലിങ്കാണ്, ഒന്ന് മലയാളത്തിൽ ലിങ്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാമെങ്കിൽ ഇംഗ്ലീഷ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മലയാളം മാത്രം അറിയാമെങ്കിൽ മലയാളം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 2 ലാംഗ്വേജും അറിയാമെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. I'll see you in the group. ഞാനൊരു ഹൗസ് വൈഫാണ്. Okay. എനിക്ക് വലിയ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് എഴുതിയിട്ടില്ല. അതായത് ഞാൻ എഴുതി തോറ്റ ആളാ. ഒരു എഴുതാത്ത ആളൊരു എഴുതി തോറ്റ ആളോടാണ് ഇപ്പൊ ഈ സംസാരം നടക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായത്? ഗുഡ് ടൈപ്പ് ജീന്ന് എഴുതാത്ത ആള് എഴുതി തോറ്റ വ്യക്തിനോട് സംസാരിക്കണം. പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ ഒറ്റക്ക് പുറത്തൊന്ന് യാത്ര ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇതുപോലെ സംസാരിക്കലൊക്കെ ഇപ്പൊ കുറച്ചും കൂടെ ആയിട്ടുള്ളൂ. ഞാന് ഇപ്പൊ ഒരു വർഷത്തോളായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സില് കേറിയിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയൊക്കെയാണ് കേറിയത്. പക്ഷെ നമ്മുടെ ബിസിനസ് പേരൊന്നും പറയണ്ട. ഡയറക്ട് ബിസിനസ് എന്നാ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ താഴെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ ആരും വർക്ക് അങ്ങനെ ആരും കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യണില്ല. അപ്പൊ എനിക്കെന്ന് വെച്ചാല് ഒറ്റക്ക് എന്താ ചെയ്യാ, എങ്ങനെ മുന്നോട്ട് പോവാ ഈ ബിസിനസിന്റെ ഇതില്. പിന്നെ ഇങ്ങനെ എന്താ പറയാ, എവിടെയും എത്തുന്നില്ല എന്നൊരു വിഷമത്തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. എവിടെ എന്തൊക്കെയോ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സില്. പക്ഷെ ഇപ്പൊ ഞാൻ സംസാരിക്കണത് തന്നെ എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ലൈഫിൽ അതായത് ഒരു ടു ഡു ലിസ്റ്റ് കാര്യങ്ങള് രാവിലെ ഒരു 3:30 കഴിയുമ്പോഴത്തേനൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് ഞാന്. പക്ഷെ എനിക്ക് എന്റെ നിസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേനും എന്റെ ടൈം ഇങ്ങനെ ലേറ്റായി പോകും. എവിടെയും എത്താത്തൊരിതില്. ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ടു ഡു ലിസ്റ്റ്, നിങ്ങൾ പറഞ്ഞ ലിസ്റ്റിൽ എന്താണ് 3 കാര്യങ്ങൾ? ഞാനിന്ന് എക്സസൈസ് ഞാൻ ചെയ്തിരുന്നു. അത് ചില ദിവസം എനിക്ക് പറ്റാറില്ല. അതായത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ. രണ്ടാമത് ഞാൻ മെഡിറ്റേഷൻ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞ 3 കാര്യം കേട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് ട്രെയിനിങ് ഒക്കെ പങ്കെടുത്ത ആളാന്ന് തോന്നുന്നുണ്ട്. അതെ, ഇപ്പൊ ഒരു കുറച്ച് ഇതായിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം മറ്റേ ആക്ഷൻസ് ഉണ്ടായാലും മാത്രമേ, നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് വളരുന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അഫർമേഷൻ മാത്രം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ അതിൻ്റെ ഒപ്പം ആക്ഷൻ എടുക്കണം. ശരിയല്ലേ? മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ ഒപ്പം ആക്ഷൻ എടുക്കാൻ. ശരിയല്ലേ? EFT ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ഒപ്പം ആക്ഷൻ എടുക്കണ്ടേ? എല്ലാവരും ഇപ്പൊ ഞാൻ ഒന്നിനും കുറ്റം പറയാനുള്ള അർഹത എനിക്ക് ഞാനൊട്ട് പറയുന്നില്ല. മെഡിറ്റേഷനൊക്കെ നല്ലതാണ്. മെഡിറ്റേഷൻ, നിങ്ങളുടെ അഫർമേഷൻ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ നല്ലതാണ്. പക്ഷെ അത് മാത്രം ചെയ്താൽ നിങ്ങളൊരു ഡ്രീമറിന്റെ പോലെ, അതായത് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. 21 വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ആദ്യത്തെ ആൾക്കാർ നമ്മൾ പറയുന്നത് സ്ലീപ്പർന്നാ, ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ഡ്രീമറാ, അവർക്ക് ഡ്രീം ഉണ്ടാവും. അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് ഡ്രീം ഉണ്ടാവും. അവർ ഇങ്ങനത്തെ കാര്യം, എനിക്ക് വലുതാവണം, എനിക്ക് പണം ഉണ്ടാക്കണം, അതുണ്ടാക്കണം എന്നൊക്കെ അവർക്ക് ഡ്രീം ഉണ്ടാവും. പക്ഷെ അവർ ആക്ഷൻ എടുക്കില്ല. മനസ്സിലായോ? ഡ്രീമർ ഉണ്ട്, കംപ്ലൈനർ ഉണ്ട്, ബ്ലെയിമർ ഉണ്ട്, ഡൗട്ടർ ഉണ്ട്, പിന്നെ സ്റ്റാർട്ടർ ഉണ്ട്. അങ്ങനെ കുറെ കാറ്റഗറി, 21 വ്യത്യസ്ത കാറ്റഗറിയിലെ റിസർച്ച് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇപ്പോഴും ഉള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കലല്ല. എല്ലാവരും ടു ഡു ലിസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. TDL എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും TDL എന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യുക. ടു ഡു ലിസ്റ്റ് എന്നുള്ളത് എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഒരിക്കലും അത് ചെയ്യരുത്. എല്ലാവരും പറഞ്ഞു 99% എല്ലാവരും പറഞ്ഞില്ല അത് വേണമെന്ന്. ഞാൻ പറഞ്ഞില്ല അത് പാടില്ല എന്ന്. ഞാൻ അതിന് പകരം പറഞ്ഞില്ല നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് ഉണ്ടാവണമെന്ന്. ഞാനൊക്കെ അതാ ഫോളോ ചെയ്യില്ല. അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ സിസ്റ്റമാണ് അത്. എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഫോളോ ചെയ്യുന്ന അച്ചീവ്മെൻറ്റ് ലിസ്റ്റ്. എന്താണ് വൈകുന്നേരം ആകുമ്പോഴേക്ക് അച്ചീവ് ചെയ്യേണ്ടത്? ചെയ്യല്ല, അച്ചീവ് ചെയ്യുക. അതുകൊണ്ട് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്നത് ഞാൻ ഇന്ന ആളെ പോയി കാണും എന്നല്ല പറയാം.
ഇന്നൊരു ക്ലയന്റിനെ പോയി കാണുന്നില്ല ഇതിൽ, ഇന്ന ക്ലയന്റിനെ കൺവേർട്ട് ചെയ്യുന്ന ഇതിൽ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് അത് മനസ്സിലായി? ഞാൻ ഇന്ന ഒരു വ്യക്തിനായിട്ട് മീറ്റ് ചെയ്യുന്നല്ല ഇതിൽ, ഇന്ന വ്യക്തിനെ മീറ്റ് ചെയ്ത് ഞാൻ അത് കൺവേർട്ട് ചെയ്യും, ബിസിനസ് കൺവേർട്ട് ചെയ്യുന്നുള്ള ഇതുണ്ട്. അതാണ് ഫോക്കസ്. അവിടെ അത് എഴുതുമ്പോൾ നിങ്ങളെ മൈൻഡ് വർക്ക് ചെയ്യണം അങ്ങനെ. അല്ലാതെ ഞാൻ അഞ്ച് ടെലിഫോൺ കോൾ ചെയ്യുന്നു എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ടെലിഫോൺ കോൾ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾ പറയും ഞാൻ 5 കൺവേർഷൻ നടത്തുന്നു എഴുതി കഴിഞ്ഞാൽ 5ന്റെ പകരം ചിലപ്പോൾ നിങ്ങൾ 50 കോൾ ചെയ്യേണ്ടി വരും. എത്ര പേർക്ക് അത് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ഞാൻ പറഞ്ഞ് ശരിക്കും മനസ്സിലാക്കുക. ഞാൻ 5 കോൾ ചെയ്യുന്നു നിങ്ങൾ ചെക്ക് ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ടു ഡു ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ 5 നിങ്ങൾ കോൾ ചെയ്യും, 6ാമത്തെ കോൾ ചെയ്യൂല. അതേസമയം നിങ്ങൾ എഴുതാൻ ഞാൻ 5 കസ്റ്റമറിനെ കൺവേർട്ട് ചെയ്യുന്നു എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ 5 കസ്റ്റമറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 100 കോൾ ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് മാറ്റം വരില്ല. ദാറ്റ്സ് വെയർ റിസൾട്ട് കംസ് ഇൻ. അവിടെയാണ് റിസൾട്ട് വരുന്നത്. ഇനി നിങ്ങൾ പോയി നോക്കുക, നിങ്ങൾ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ടു ഡു ലിസ്റ്റിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകില്ല. പക്ഷേ ഈ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സാധനം വേണം. ഒന്ന്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ട, നല്ല പ്രൊഡക്റ്റ് വേണം. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, ആ പ്രൊഡക്റ്റ് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. കാരണം മാർക്കറ്റിംഗ് ചെയ്യാത്ത കാരണം അവർ ഇതിൽ കൂടെ ഡൗൺലൈനിൽ കൂടെ ആയിരിക്കും ഇതിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യേണ്ടാവുക. അപ്പം ഇത് എക്സ്പെൻസീവ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും, ദാറ്റ്സ് ഓൾ ഫൈൻ. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് വേണം. ഞാൻ ചില പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ചില പ്രൊഡക്റ്റ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ വൈഫാണ് അത് വാങ്ങിക്കല്, എനിക്കറിയില്ല. എൻ്റെ വൈഫാണ് അതൊക്കെ വാങ്ങിക്കല്. നല്ല ക്വാളിറ്റി സാധനമാണ്, അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ തെറ്റ് വരില്ല എവിടെയാണ്? നിങ്ങൾ വെറും റിക്രൂട്ട്മെൻറ്റ്. ഇത് 2 സ്റ്റേജുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ് സ്റ്റേജ്, ഒന്ന് റിക്രൂട്ട്മെൻറ്റ്. വെറും റിക്രൂട്ട്മെൻറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെങ്കിൽ അത് ഒരു പിരമിഡ് സിസ്റ്റമാണ്. മനസ്സിലാവുണ്ടോ? അതിൽ നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ടീം വർക്ക് ചെയ്യില്ല. ടീമുണ്ട്, പക്ഷേ ടീം വർക്ക് ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത്? അതെ, നിങ്ങൾ ചിലപ്പോൾ ടീമിന് എടുത്തിട്ടുണ്ടാവും. ടീം ഇനിഷ്യൽ ഫീസൊക്കെ തന്നിട്ട് നിങ്ങളുടെ ഡൗൺലൈൻ ആയിട്ട് ചേർന്നിട്ടുണ്ടാവും. ഇതിലൊക്കെ പങ്കെടുത്ത ആളാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൽ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് തീരില്ല, അവർക്ക് തീരെ ഇഷ്ടമില്ല. ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ല, ഞാൻ ചോദിച്ചാൽ ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും? നിങ്ങളെ കോൺഫിഡൻസ് അല്ല, ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഒറ്റയ്ക്ക്? അപ്പം പിന്നെ നിങ്ങൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾ 5 ഡൗൺലൈൻസിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ടാവുക. ശരിയല്ലേ? അത് അവർ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കും കിട്ടില്ല, അവർക്കും കിട്ടില്ല, നിങ്ങൾക്കും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത്. 10ാം ക്ലാസ് തോറ്റോട്ടെ, ഒരു പ്രശ്നമില്ല. 10ാം ക്ലാസ് തോറ്റോട്ടെ, 10ാം ക്ലാസ് എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്താ കഴിവുള്ളത്? ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഹ്യൂമൻസ് ഹബിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ സെഷൻ നടക്കുമ്പോൾ, കഴിഞ്ഞ ബുധനാഴ്ച സെഷൻ നടക്കുമ്പോൾ അതിലൊരു ലീഡർ ഉണ്ടായിരുന്നു. ആ ലീഡർ ഗൾഫിലൊക്കെ പോകാനുള്ള പ്ലാൻ ചെയ്ത് അത് എന്നോടൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു അത് പോണ്ട, അത് ആ പണം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ലേഡി എവിടെ നിന്നും എനിക്കറിയില്ല കേട്ടോ, കേരളത്തിൽ എവിടെ നിന്നും അറിയില്ല. അവർ ഒരു പിക്കളുടെ ബിസിനസ് തുടങ്ങി. അവർ ഇവിടെ ഉണ്ടെങ്കിൽ ആയിന്ന് ടൈപ്പ് ചെയ്യുക. അവർ പിക്കളുടെ ബിസിനസ് തുടങ്ങി, വിജയിപ്പിച്ചു. അത് കഴിഞ്ഞ ബുധനാഴ്ച സംഭവിച്ച സംഭവമായത്. 10ാം ക്ലാസ് പഠിച്ചിക്കണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ബിസിനസ് തുടങ്ങി. ഞാൻ നിങ്ങളോട് ചോദിക്കണത്, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട്? വേറെ ആരും മേത്ത് ഡിപ്പെൻഡ് ആയി. എത്ര പേർക്ക് ഇത് മനസ്സിലായത്? ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യുക. ഇതിൽ ഒരുപാട് നമ്മളെ പെങ്ങന്മാരൊക്കെ ഉണ്ടാവും, ഇതിൽ അമ്മമാരെല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ചോദിക്കേണ്ടത് മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇറക്കിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് എന്ത് സർവീസ് ചെയ്യാനാണ്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ എല്ലാത്തിനും കണക്റ്റഡേ ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാവരും ഒന്ന് സംസാരിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. എങ്ങനെ ഒന്നുകൂടെ പറയാം. അതായത് ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ ആരെങ്കിലും നമ്മളോട് അവരുടെ ഒരു പ്രയാസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വെരി ഗുഡ്. അങ്ങനത്തെ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിനെ കുറിച്ച് പഠിക്കുക. എല്ലാവരും കോച്ചിങ്ങിന് കുറിച്ച് പഠിക്കുക. അതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ നല്ലൊരു ചിലർ ലക്ഷക്കണക്കിന് റുപ്യ വാങ്ങിക്കും കോച്ചിങ് ആവാൻ. ഞങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. ഞങ്ങൾ 30,000 റുപ്യ മാത്രം വാങ്ങിക്കുള്ളൂ. കോച്ചിങ് എൻ്റെ അടുത്ത് വരണമെന്നല്ല ഞാൻ പറഞ്ഞു. കോച്ചിങ് പഠിക്കാം. എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളെ കസ്റ്റമേഴ്സ് ആരാ. കുട്ടികളാണോ കോച്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കല്യാണം കേൾക്കണ മുമ്പത്തെ കുട്ടികളാണോ നിങ്ങൾ കോച്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കല്യാണം കഴിച്ച കുട്ടികളാണോ കോച്ചിങ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആണോ കോച്ചിങ് ചെയ്യാൻ പറ്റുക, പാരൻറ്റിങ് ആണോ, എന്താണ്, ആരാണ് നിങ്ങളോട് കൂടുതൽ ചോദ്യം ചോദിച്ച് വരുന്ന ആൾക്കാരാരാ? നിങ്ങൾ പറഞ്ഞല്ലോ നന്നായി സംസാരിക്കും എന്ന് പറഞ്ഞല്ലോ. ആരാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വരുന്ന ആൾക്കാരാരാ? ഏത് പ്രായക്കാരാണ്? കുറച്ച് ഏജ്ഡ്, അതായത് ഒരു
40 അങ്ങനെയൊക്കെ. അത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ലേഡീസ് അല്ലേ? ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഞാനാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയും, എന്റെ കസ്റ്റമേഴ്സ് 40 വയസ്സിന്റെ മേലെയുള്ള സ്ത്രീകൾ, ഇത് കല്യാണം കഴിച്ച സ്ത്രീകളാണോ അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ത്രീകളാണോ? എങ്ങനത്തെ സ്ത്രീകളാണ്? ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങളാന്ന് വിചാരിക്കുക. ഞാൻ പറയും, ഞാൻ ഒരു കോച്ചാണ്. 40 വയസ്സിന്റെ മേലെ ഉള്ള കല്യാണം കഴിച്ച സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു കോച്ചാണ് ഞാൻ. എത്ര പേർക്ക് അത് മനസ്സിലായി? അതാണ് നിങ്ങളെ കസ്റ്റമർ. എത്ര പേര് ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യാ? നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട്, ഇതിലാണ് നിങ്ങളെ കഴിവുള്ളത്. ആ കഴിവിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. മനസ്സിലാവണ്ട? നിങ്ങളെ കസ്റ്റമറിയും കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളെ ഓഡിയൻസിനെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യാറില്ല, കാരണം കുട്ടികൾ എൻ്റെ കസ്റ്റമറല്ല. മനസ്സിലാവണ്ട? അപ്പൊ നിങ്ങളെ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ വാതിൽ മുട്ടാൻ തുടങ്ങിക്കണം, അവർക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങിക്കണം, അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു സമാധാനം വരുന്നില്ലേ? ഒരു പ്രാവശ്യം വന്ന ആള് വീണ്ടും വരുന്നുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക്? ഉറപ്പല്ലേ? അപ്പൊ അതിനെ നിങ്ങൾ എന്താക്കിയ ബിസിനസ് ആക്കി മാറ്റുക. അതിന് ബിസിനസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ ഒരു ടെക്നിക്സ് ഉണ്ട്, അതൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന കോച്ചിങ് ആണ്, ഞാൻ ഇപ്പൊ നിങ്ങളായിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ കോച്ചിങ്ങിന്റെ ടെക്നിക്കാണത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ ടെക്നിക്ക് പഠിക്കാം. അത് എന്ത് തന്നെ ആയാലും ആ ടെക്നിക്ക് പഠിക്കുക. ആ ടെക്നിക്ക് പഠിച്ചാൽ അതൊരു പ്രൊഫഷനാക്കി മാറ്റി കഴിഞ്ഞാൽ ആരും നിങ്ങൾ SSLC ബുക്ക് ചോദിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഡിഗ്രി അന്ന് ചോദിക്കാൻ പോകുന്നില്ല, ഇംഗ്ലീഷ് അറിയാൻ ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവർക്ക് റിസൾട്ടാണ് കൊടുക്കുന്നത്. എല്ലാവരും ടൈപ്പ് ചെയ്യുക, റിസൾട്ടാണ് ആൾക്കാർക്ക് ആവശ്യം. റിസൾട്ട്, ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് റിസൾട്ട്. ആർന്ന് ടൈപ്പ് ചെയ്യുക. ജനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഒരു സാധനം നിങ്ങളോട് ചോദിക്കൂല. ഒരാൾക്ക് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആള് വരും, ഇവിടെ ചോദിച്ചു വരും. ക്ലാരിറ്റി കിട്ടി നിങ്ങൾക്ക്? എന്താ ചെയ്യാൻ പോണ? അടുത്ത എന്താ ചെയ്യാൻ പോണ്? നിങ്ങൾ ഹസ്ബൻഡ് സമ്മതിക്കൂലേ? പ്രശ്നം ഉണ്ടാക്കിയതല്ല. ഹസ്ബൻഡിന് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴ് ഹസ്ബൻഡ് ഇരുന്ന് പറയാന്ന് വെച്ചാൽ അതിൽ മറ്റേ സംഭവത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയല്ലോ എന്നുള്ള ഒരു സമാധാനം കണ്ടെത്തുക. ഇത് നിങ്ങൾക്ക് ആളെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ്, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഹസ്ബൻഡിന് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ, നിങ്ങൾക്ക് ഇത് നേരിട്ട് കാണുന്നില്ല, എനിക്ക് നിങ്ങൾ കാണുന്ന പോലും ഇല്ല, എവിടെയാണെന്ന് പോലും എനിക്ക് കാണുന്നില്ല, സ്ക്രീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആളെ പോലും കാണണ്ട, ആളെ സൗണ്ട് മാത്രം കേട്ടാൽ മതി. അത് സൗണ്ടും ഉണ്ട്, അല്ലെങ്കിൽ വോയിസും ഉണ്ട്, ഓഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആൾക്കൊരു ജീവിതം മാറ്റുന്നതിൽ നിങ്ങൾക്ക് ഗുണം കിട്ടും. ഒരാള് ജീവിതം മാറ്റി നിങ്ങൾ ഗുണം കിട്ടും. എത്ര പേര് അംഗീകരിക്കേണ്ടത്? ഗുണം കിട്ടുന്നു. ഒരു വ്യക്തിനോട് സംസാരിച്ചിട്ട് ഒരു വ്യക്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടും. യെസ്, ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഏറ്റവും നല്ല പ്രൊഫഷൻ കോച്ചിങ് ആണ്. ഏറ്റവും നല്ല അത്രക്കും പ്രശ്നങ്ങളാണ്. എനിക്ക് വരുന്ന മെസ്സേജ് നിങ്ങൾക്ക് അറിയില്ല. ഞാനിപ്പോൾ മലയാളത്തിൽ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വരുന്ന മെസ്സേജിൽ ഓരോരോ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എനിക്കൊരു കഴിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട് തോന്നിക്കാൻ പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് കോച്ചിങ് പഠിക്കാം. ബിസിനസ് അല്ല, കോച്ചിങ് പഠിക്കാം. അതായത് നിങ്ങൾ പണം നോക്കിയിട്ടല്ല ആയിരിക്കണം ആദ്യം കോച്ചിന്. ആദ്യം നിങ്ങൾ ഏകദേശം ഒരു 6 മാസം 1 വർഷം ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യട്ടെ, ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് എടുത്തു. ഒരു 6 മാസം നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. അപ്പൊ ഞാൻ നിങ്ങളെ വന്ന് വിളിച്ചിരുന്നു ഇങ്ങനത്തെ ക്ലാസ്സിന് വരണമെന്ന് പറഞ്ഞിട്ട്? നിങ്ങൾ വന്നതല്ലേ? അത് എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും, എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും. ശരിയല്ലേ? അത് നമ്മൾ അതേപോലെ തന്നെ ഇത് വലുതാക്കി പറയല്ലേ, ഞാൻ വലുതാക്കി പറയല്ലേ. അപ്പൊ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങൾ ആർക്കെങ്കിലും റിസൾട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അതാണ് നിങ്ങൾ വീണ്ടും ടു ഡു ലിസ്റ്റ് അല്ല കേട്ടോ, അച്ചീവ്മെന്റ് ലിസ്റ്റാണ്. ഞാൻ ഇത്ര ആൾക്കാര് ജീവിതം മാറ്റാനുള്ള ഒരു സ്രോതസ്, എന്താ പറയുക, റിസോഴ്സസ് ഞാനായിരിക്കും എന്ന് പറയാം. എന്നിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. പണം നോക്കല്ലോ, എത്ര പണം, 0 മണിക്ക് അത് ചെയ്ത് കൊടുക്കുക. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറും. How many of you got it? Say got it. How many of you got it? Say got it. GI. Okay. So thank you very much. Happy alle? Husband happy avule? Oh. Okay. Thank you. So thank you very much all of you. It's okay. So time is done. Ini വേറെ എന്തെങ്കിലും ഇനി Q&A ഇല്ല. വേറെ എന്തെങ്കിലും ചോദിക്കണമെന്ന് ചോദിക്കാം. Okay, Q&A is over. എൻ്റെ എനർജി പോയിക്കണം. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Anything.